എൻ്റെ വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. നമ്മുടെ മുട്ടക്കാര്യത്തിൻ്റെ ബാക്കിയാണ് ഇന്ന്. ഇന്നലെ എല്ലാവരും മുട്ടയൊക്കെ പുഴുങ്ങി കഴിച്ചോ? ഒരു ഒന്നല്ലെങ്കിൽ 2 മുട്ട പുഴുങ്ങി കഴിക്കുന്നത് ഏത് പ്രായക്കാർക്കും നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളോ ഹാർട്ട് ഡിസീസോ ഒക്കെ ഉണ്ടായിട്ട് ഡോക്ടർ ബാൻ ചെയ്തെങ്കിൽ മാത്രമേ മുട്ട കഴിക്കാതിരിക്കാവുള്ളൂ. പുഴുങ്ങുന്ന മുട്ടയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പുഴുങ്ങുമ്പോൾ നമ്മൾ പക്വമായിട്ട് പുഴുങ്ങാതെ, വേണ്ട രീതിയിൽ പുഴുങ്ങാതെയും സൂക്ഷിക്കാതെയും ഇരുന്നാൽ ഉണ്ടാകുന്ന ആ കളർ ചേഞ്ച്, അത് മുട്ടയിലുള്ള അയണും സൾഫറും കൂടെ ഇൻട്രാക്ട് ചെയ്യും. ആ പ്രതിപ്രവർത്തനം കൊണ്ട് എന്താണെന്ന് പറയുക, അയൺ സൾഫൈഡായിട്ട് മാറും. അയൺ സൾഫൈഡ് ഒരു കറുത്ത പദാർത്ഥമാണ്. അങ്ങനെയാണ് ഈ വെള്ളയ്ക്കും മഞ്ഞക്കരുവിനും ഇടയിൽ ആ കറുപ്പുണ്ടാകുന്നത്. അയൺ സൾഫൈഡായിട്ട് മാറുന്നതോടുകൂടി അതിൻ്റെ ഗുണം തീർത്തും ഇല്ലാതെയാകും, ടേസ്റ്റും മാറും. അത് അതിൻ്റെ ആ പ്രോട്ടീൻ ഗുണവും ഇല്ലാതാകും. അത് കഴിക്കാനുള്ള ടേസ്റ്റും പോകും, അതിൻ്റെ ഗുണവും പോകും. അതുകൊണ്ട് അങ്ങനെ വരാതെ വേണം മുട്ട ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അങ്ങനെ കഴിക്കുമ്പോൾ മുട്ടയിൽ വൈറ്റമിൻ എ ഉണ്ട്, ഇ ഉണ്ട്, ഡി ഉണ്ട്, ധാരാളം നല്ല കൊഴുപ്പുമുണ്ട് മഞ്ഞക്കരുവിൽ. മഞ്ഞക്കരു എ, ഡി, ഇ ഈ മൂന്നിൻ്റെയും ഒരു കലവറയാണ്. നല്ല കൊഴുപ്പുമുണ്ട്. അതുകൊണ്ട് മഞ്ഞക്കരു കഴിക്കാതെ ഇരിക്കരുത്. യെല്ലോ ഭാഗം കഴിക്കുന്നത് നല്ലതാണ്. മുട്ട മുഴുവനായിട്ട് പുഴുങ്ങി കഴിക്കാൻ ശ്രമിക്കണം. അപ്പോൾ മുട്ടയുടെ ഈ പ്രത്യേക കാര്യം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അതുകൊണ്ട് അങ്ങനെ ആ കറുപ്പ് ഉണ്ടാകാത്ത രീതിയിൽ പാകമായിട്ട് പുഴുങ്ങി എല്ലാവരും മുട്ട കഴിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ.